ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിഷ്ണു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 3 CPU കാര്യങ്ങളാണ്. അതായത് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ കാറ്റഗറി നമ്പർ 530/2019, അതിൻ്റെ ഫൈനൽ അഡ്വൈസ് ഡീറ്റെയിൽസും അതുപോലെ തന്നെ 537/2022 ഇപ്പോൾ നിലവിൽ ഉള്ള റാങ്ക് ലിസ്റ്റിൻ്റെ ആ ഒരു ഡീറ്റെയിൽസും അതുപോലെ തന്നെ 593/2023, അതായത് ഇപ്പോൾ എക്സാം കഴിഞ്ഞ CPU. അപ്പോൾ ഈ 3 CPOയുടെയും കൂടെ ഡീറ്റെയിൽസാണ് നമ്മൾ ഇപ്പോഴും പറയാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ചാനൽ ഫോളോ അപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കമ്പനി ബോർഡ് LGSനെ കുറിച്ചും കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിനെ കുറിച്ചും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി LGSനെ കുറിച്ചും അപ്ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അപ്പോയിൻമെൻ്റ് എല്ലാം നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ യൂണിവേഴ്സിറ്റി LGSൻ്റെ കാര്യം നമ്മൾ അപ്ഡേറ്റ് ആയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ LDCയുടെയും LGSൻ്റെയും LP UP അതുപോലെ തന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് ഇതിൻ്റെ എല്ലാം ഫോളോ അപ്പ് നമ്മൾ നടത്തുന്നുണ്ട്. മെയിനായിട്ട് ചെയ്യുന്നത് കമ്പനി ബോർഡ് LGSും കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റുമാണ്. കാരണം നമ്മൾ ഈ ചാനൽ തുടങ്ങിയതിന് ശേഷമാണ് അതിൻ്റെ ലിസ്റ്റ് വന്ന് തുടങ്ങിയത്. അതിൻ്റെ അഡ്വൈസ് ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. LDയുടെ LGSൻ്റെയും വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെയൊക്കെ നമ്മൾ 2 മാസത്തിലൊരിക്കൽ നമ്മൾ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ബാക്കിയുള്ള എക്സാമിൻ്റെ എല്ലാം നമ്മൾ അപ്ഡേറ്റഡ് കാര്യങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഏതെങ്കിലും താല്പര്യം അറിയണം എന്ന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാം. പിന്നെ കഴിഞ്ഞ ദിവസം ഫയർമാൻ ട്രെയിനിയുടെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഫോളോ അപ്പ് ആയിരിക്കും ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇനി നമ്മൾ CPOയുടെ ഡീറ്റെയിൽസും അപ്ഡേറ്റ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് പോകാം. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ക്യാൻസലായ ലിസ്റ്റായ 530/2019 ഫൈനൽ അഡ്വൈസ് ഡീറ്റെയിൽസും അതുപോലെ തന്നെ 537/2022 ഇപ്പോൾ നിലവിലുള്ള റാങ്ക് ലിസ്റ്റിനെ കുറിച്ചും അതുപോലെ തന്നെ 593/2023 ഇപ്പോൾ എക്സാം കഴിഞ്ഞ ആ ഒരു ഡീറ്റെയിൽസും അതിനെക്കുറിച്ചിട്ടുമാണ് 3 ഭാഗങ്ങളായിട്ടാണ് നമ്മൾ ഈ വീഡിയോ തരംതിരിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗം ക്യാൻസലായ ലിസ്റ്റായ 530/2019 ഡീറ്റെയിൽസ് ആണ്. ഓരോ ബറ്റാലിയനിലും എത്രത്തോളം അഡ്വൈസ് പോയി, ഓരോ കാസ്റ്റിനും എത്രത്തോളം അഡ്വൈസ് പോയി, എത്ര TPO ഉണ്ട്, അതുപോലെ തന്നെ അടുത്ത MR നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതാണ്, എല്ലാം നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ 530/2019 അത് SAP തിരുവനന്തപുരം ബേസ് ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പല വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. അതിന് മെയിൻ ലിസ്റ്റിൽ 1713 പേരായിരുന്നു SAPയിൽ ഉണ്ടായിരുന്നത്. ടോട്ടൽ അഡ്വൈസ് 718 ആണ്. അതിൽ ഓപ്പൺ കോമ്പറ്റീഷനിൽ 635 പോയിട്ടുണ്ട്. ഓക്കെ, ബാക്കി കാസ്റ്റിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഈ ടേബിൾ കണ്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. TPO 5 TPO ആണ് ഉള്ളത്. EBTക്ക് 2 TPO ഉണ്ട്, SSCക്ക് 1 TPO ഉണ്ട്, മുസ്ലിമിന് 1 TPO ഉണ്ട്, OBCക്ക് 1 TPO ഉണ്ട്. അങ്ങനെ 5 TPO ആണ് നിലവിലുള്ളത്. ലിസ്റ്റ് അവസാനിച്ചപ്പോൾ MR നമ്പർ നിൽക്കുന്നത് MR നമ്പർ 91 OCയിലാണ്. അടുത്ത നമ്മൾ KP 1, അതിൻ്റെ മെയിൻ ലിസ്റ്റിൽ 1203 പേരാണ് ഉള്ളത്. ടോട്ടൽ അഡ്വൈസ് 644 ആണ്. ഓപ്പൺ കോമ്പറ്റീഷനിൽ 596 റാങ്ക് വരെ പോയിട്ടുണ്ട്. KP 1ൽ TPO 3 എണ്ണമാണുള്ളത്. EBTക്ക് 2 TPO ഉണ്ട്, വിശ്വകർമ്മയ്ക്ക് 1 TPO ഉണ്ട്. ലാസ്റ്റിൽ ക്യാൻസൽ ആയപ്പോൾ MR നമ്പർ നിൽക്കുന്നത് MR നമ്പർ 3 OCയിലാണ്. അടുത്ത KP 2 തൃശ്ശൂർ. KP 2ൽ 1913 പേരാണ് ലിസ്റ്റിലുള്ളത്. ടോട്ടൽ അഡ്വൈസ് 662 ആണ്. ഓപ്പൺ കോമ്പറ്റീഷനിൽ 597. KP 2ൽ 4 TPO ആണുള്ളത്. അതിൽ മുസ്ലിം ഒരെണ്ണം, SAUC നാടാർ ഒരെണ്ണം, OBC ഒരെണ്ണം, EBT ഒരെണ്ണം. ലാസ്റ്റിൽ അഡ്വൈസ് നിൽക്കുന്നത് MR നമ്പർ 34 EBTയിലാണ്. ഓക്കെ, അടുത്ത KP 3 പത്തനംതിട്ട. അതിൽ ടോട്ടൽ മെയിൻ ലിസ്റ്റിലുള്ള ആൾക്കാർ 1366 ആണ്. ടോട്ടൽ അഡ്വൈസ് 804 പോയിട്ടുണ്ട്. ഓപ്പൺ കോമ്പറ്റീഷനിൽ 727 ആണ് KP 3ൽ പോയിരിക്കുന്നത്. KP 3ൽ 8 TPO ആണുള്ളത്. SSCCക്ക് ഒരെണ്ണം, ദീവരയ്ക്ക് ഒരെണ്ണം, SSCക്ക് ഒരെണ്ണം, EBTക്ക് 3 എണ്ണം, മുസ്ലിമിന് ഒരെണ്ണം, ഹിന്ദു നാടാറിന് ഒരെണ്ണം. ലാസ്റ്റിൽ MR നമ്പർ നിൽക്കുന്നത് 63 OCയിലാണ്. അത് KP 4ൽ കാസർഗോഡ്. അത് മെയിൻ ലിസ്റ്റിലുള്ള ആൾക്കാർ 1774 ആണ്. ടോട്ടൽ അഡ്വൈസ് 642. ഓപ്പൺ കോമ്പറ്റീഷനിൽ 518 റാങ്കുകാരൻ അഡ്വൈസ് പോയിട്ടുണ്ട്. ഈ KP 4ൽ 9 TPO ആണുള്ളത്. SSCക്ക് ഒരെണ്ണം, മുസ്ലിമിന് ഒരെണ്ണം, EBTക്ക് 2 എണ്ണം, OBCക്ക് ഒരെണ്ണം, STക്ക് ഒരെണ്ണം, ലാത്തിൻ കത്തലിക്കിന് ഒരെണ്ണം, മുസ്ലിമിന് ഒരെണ്ണം, വിശ്വകർമ്മയ്ക്ക് ഒരെണ്ണം. ലാസ്റ്റിൽ നിൽക്കുന്നത് MR നമ്പർ 1 OCയിലാണ്. അത് KP 5ൽ ടോട്ടൽ ആൾക്കാർ 1282. ടോട്ടൽ അഡ്വൈസ് 426. ഓപ്പൺ കോമ്പറ്റീഷനിൽ 383. KP 5ൽ 1 TPO ആണുള്ളത്. അത് EBTക്കാണ് ഉള്ളത്. ലാസ്റ്റ് നിൽക്കുന്നത് MR നമ്പർ 6835 OCയിലാണ് നിൽക്കുന്നത്. MSP മലപ്പുറം. ടോട്ടൽ ആൾക്കാർ 1902. ടോട്ടൽ അഡ്വൈസ് 887.
ഓപ്പൺ കോമ്പറ്റീഷനിൽ 847 റാങ്കുകാരന് അഡ്വൈസ് പോയിട്ടുണ്ട്. ഇനി MSPയിൽ 2 TPU ആണുള്ളത്. ഒന്ന് EBTക്കും ഒന്ന് SSCക്കും. ലാസ്റ്റിൽ നിൽക്കുന്നത് 5 OCക്കാണ്. റാങ്ക് ലിസ്റ്റിൽ ഫുള്ളിൽ ടോട്ടൽ മെയിൻ ലിസ്റ്റിൽ മാത്രം ഉള്ള ആൾക്കാർ 11,153 ആണ്. ഏകദേശം അതിൻ്റെ പകുതിയോളം ആൾക്കാർ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏകദേശം 4,357 പേർക്ക് മാത്രമേ അഡ്വൈസ് പോയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് 530/2019 കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനിയിപ്പം നിലവിലുള്ള ഒരു റാങ്ക് ലിസ്റ്റ് ഉണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. SAPയിൽ മെയിൻ ലിസ്റ്റിൽ 595 പേരും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 547 പേരുമുണ്ട്. KP 1 മെയിൻ ലിസ്റ്റിൽ 487 പേര്, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 197 പേര്. KP 2 827 പേര്, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 265 പേര്, ടോട്ടൽ 1092. KP 3 മെയിൻ ലിസ്റ്റിൽ 596, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 205, ടോട്ടൽ 801. KP 4 മെയിൻ ലിസ്റ്റിൽ 685 പേര്, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 223 പേര്, ടോട്ടൽ 808 പേര്. KP 5 494, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 165, ടോട്ടൽ 659. MSPയിൽ മെയിൻ ലിസ്റ്റിൽ 741 പേര്, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 320 പേര്, ടോട്ടൽ 1061. അങ്ങനെ ഈ 7 ബറ്റാലിയനിലും കൂടി ടോട്ടൽ 4,725 പേരേ ഉള്ളൂ. സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 1,922. അങ്ങനെ ടോട്ടൽ 6,647 പേരാണ് മെയിൻ ലിസ്റ്റും സപ്ലിമെൻ്ററി ലിസ്റ്റും കൂടെ ചേർത്ത് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ നോക്കിക്കഴിയുമ്പോൾ കഴിഞ്ഞ 530/2019 ടോട്ടൽ അഡ്വൈസ് നടന്നതിൻ്റെ ഏകദേശമാണ് ഇപ്പോഴും മെയിൻ ലിസ്റ്റ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ ലിസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പം റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം 1-2 മാസം കഴിഞ്ഞിട്ടുണ്ട്. കറക്റ്റ് 1 വർഷമാണ് ഈ ലിസ്റ്റിൻ്റെ കാലാവധി. അതിനിടയ്ക്ക് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യണം, അഡ്വൈസ് അയച്ച് തുടങ്ങണം. തൽക്കാലം വേക്കൻസി ഒരു ബറ്റാലിയനിൽ മാത്രമേ വന്നിട്ടുള്ളൂ. അത് KP 2 KP 2 തൃശ്ശൂർ ബേസ് ചെയ്തിട്ടുള്ളത്. അതിൽ 6 NJD വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ബാക്കിയുള്ള ബറ്റാലിയനിലും ഉടൻ തന്നെ വേക്കൻസികൾ റിപ്പോർട്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ വേക്കൻസി എത്രത്തോളം വന്നിട്ടുണ്ട് എന്നതിനനുസരിച്ച് മാത്രമേ ഫസ്റ്റ് ബാച്ച് എത്ര പോകൂ, സെക്കൻഡ് ബാച്ച് എത്ര പോകൂ എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യട്ടെ, NJDകൾ റിപ്പോർട്ട് ചെയ്യട്ടെ. ശേഷം നമുക്ക് ഏകദേശം ഒരു വേക്കൻസിയൊക്കെ വന്നതിന് ശേഷം എത്രത്തോളം ഫസ്റ്റ് അഡ്വൈസ് പോകും എന്ന് നമുക്ക് സംസാരിക്കാം അതിനെക്കുറിച്ചിട്ട്. ഓക്കെ, അപ്പോൾ അതാണ് മെയിനായിട്ട് നമ്മൾ കാറ്റഗറി നമ്പർ 537/2022 കുറിച്ച് പറയാനായിട്ടുള്ളത്. ഈ പറയുന്നത് ഇപ്പം എക്സാം കഴിഞ്ഞ 593/2023 അത് എക്സാം കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം നമുക്കൊരു 40 മാർക്ക് മുതൽ സേഫ് സോണാണെന്ന് പറയാം. ചില ബറ്റാലിയനിൽ കട്ട് ഓഫ് കുറച്ച് കൂടി നിൽക്കും, അതായത് 45 കൂടുതൽ കൂടാനുള്ള സാധ്യതയുമുണ്ട്. ഏകദേശം കഴിഞ്ഞ 537/2022 അതായത് ഇപ്പോൾ ആക്റ്റീവായിട്ട് നിൽക്കുന്ന റാങ്ക് ലിസ്റ്റിലുള്ള അതിൻ്റെ ഏകദേശം ഒരു കട്ട് ഓഫ് അനുസരിച്ച് കട്ട് ഓഫ് ഒക്കെ ആയിരിക്കാം വരാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ കട്ട് ഓഫിനെ കുറിച്ചൊന്നും ചിന്തിക്കാതെ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ള മാർക്കിനെ കുറിച്ചാണ് നമ്മളിപ്പോഴും ചിന്തിക്കേണ്ടത്. കട്ട് ഓഫിൽ വന്നതിന് ശേഷം നമ്മൾ ഫിസിക്കലും പാസ്സായിട്ട് ഇത്രയും വെയിറ്റ് ചെയ്തിട്ട് ജോലി കിട്ടാതിരിക്കുമ്പോഴുള്ള സാഹചര്യം നമ്മളൊന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് നമുക്ക് ജോലി കിട്ടാനുള്ള മാർഗ്ഗമാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് കുറച്ച് ബറ്റാലിയനിലൊക്കെ 40 മാർക്ക് സേഫാണ്. നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും ഏതൊക്കെ ബറ്റാലിയനാണെന്നുള്ളത്. കുറച്ച് ബറ്റാലിയനിലൊക്കെ ഏകദേശം ഒരു 48-50 താഴെയൊക്കെ നിൽക്കും. 50 മുകളിലോട്ട് പോകാനുള്ള ചാൻസ് വളരെ കുറവാണ്. 40-50 ഇടയ്ക്കായിരിക്കും ഈ 7 ബറ്റാലിയനിലും കട്ട് ഓഫ് വരുന്നത്. വേക്കൻസി റിപ്പോർട്ട് ചെയ്താൽ തന്നെ ഫോളോ അപ്പ് കറക്റ്റായിട്ട് തരുന്നതായിരിക്കും. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ നമുക്ക് കാണാം. എല്ലാവർക്കും വളരെയധികം നന്ദി, നമസ്കാരം.